എല്ലാവർക്കും നമസ്കാരം. ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം കടുമണിലോട്ട് വീണ്ടും തിരിച്ചെത്തിയിരിക്കുകയാണ്. നമ്മുടെ ചെറിയൊരു അപ്ഡേഷൻസ്, അത് ചെടിയിലുമുണ്ട്, ചെറിയ ആംബിയൻസിലും കുറച്ച് അപ്ഡേഷൻസ് വരുത്തിയിട്ടുണ്ട്. അതൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടായിരുന്നു ഈ വീഡിയോ. നമ്മുടെ ലൊക്കേഷൻ വരുന്നത് അങ്കമാലി കിടങ്ങൂരാണ്. അങ്കമാലിയിൽ നിന്ന് തൊറൂർ, മഞ്ഞപ്ര, മലയാറ്റൂരൊക്കെ പോകുന്ന റൂട്ടിലാണ്. കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല, റോഡ് സൈഡിൽ തന്നെയാണ് നമ്മുടെ നേഴ്സറി വരുന്നത്. അപ്പോൾ നമുക്ക് കൂടുതൽ വിശേഷങ്ങളായിട്ട് നമുക്ക് പരിചയപ്പെടാം. പിന്നെ നമ്മുടെ ഉള്ളത് ലില്ലി, ഇതിൻ്റെ പേര് ലില്ലിയോ എന്നാണ്. അത് എപ്പോഴും മാർക്കറ്റിൽ അവൈലബിൾ അല്ലാത്ത ഒരു പ്ലാന്റ് ആണത്. അപ്പോൾ ഇത് നല്ല അടിപൊളി ഹെൽത്തി പ്ലാന്റ്സ് നമ്മുടെ കയ്യിൽ കുറച്ചുണ്ട്. അപ്പോൾ ഇത് ലില്ലിയം മേടിക്കാൻ നിൽക്കുന്നവരുണ്ടെങ്കിൽ ഓടി പോരട്ടത്, പെട്ടെന്ന് തിരിച്ചു പോകാൻ സാധ്യതയുണ്ട്. ഇത് എപ്പോഴും നമുക്ക് മാർക്കറ്റിൽ അത്ര കണ്ട് അവൈലബിൾ അല്ലാത്തൊരു പ്ലാന്റ് ആണത്. ഇപ്പോൾ നമുക്ക് ഇവിടെ പല കളേർഡ് സ്റ്റോൺസ് ഉണ്ട്. ഇപ്പോൾ പ്ലാന്റ്സിൽ മാത്രമല്ല നമ്മൾ ഈ കളേർഡ് സ്റ്റോൺ യൂസ് ചെയ്യണേ. ഇപ്പോൾ ഡൈനിങ് ടേബിളിൻ്റെ ഉള്ളിൽ നമുക്ക് പല കളേഴ്സ് ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. നമുക്ക് അതിന് വേണ്ടിയിട്ട് മാത്രം ഇവിടെ ആളുകൾ വരുന്നുണ്ട്. ഒരുപാട് കളേഴ്സ് നമുക്കിവിടെ നമ്മൾ സ്റ്റോക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ആവശ്യത്തിനുള്ള സ്റ്റോക്കും ഉണ്ട്. അപ്പോൾ ആവശ്യക്കാരെല്ലാവരും വന്നോളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ഉദ്യാന നഴ്സറി നമ്മളൊരു സെറ്റപ്പ് ആക്കിയേക്കുന്നത് നല്ല അടിപൊളി ഒരു വൈബിലാണ്. ഇവിടെ വരുന്നത് ചെടി മേടിക്കാൻ മാത്രമല്ല, നമുക്ക് ഒരു ചെറിയൊരു പാർക്ക് ഉണ്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ട് കളിക്കാനായിട്ട്. നമ്മൾ ഫുൾ ടൈം അവിടെ കുട്ടികളൊക്കെ എല്ലാവരും നിറഞ്ഞു നിന്ന് കളിക്കുന്ന ഒരു ഏരിയ തന്നെയാണ് കേട്ടോ നമുക്ക്. പിന്നെ നമുക്കൊരു ചെറിയ കഫേ ഉണ്ട്. അവിടെ നമുക്ക് അത്യാവശ്യം ചെറിയ ചെറിയ കടികളും ചായയും കോഫിയൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഉദ്യാനം എന്ന് പറഞ്ഞാൽ ഒരു നഴ്സറി മാത്രമല്ല, നമുക്ക് ഫുൾ ഫാമിലി പാക്കേജാണ്. ഫാമിലി എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ടും കൂടെ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതായത് നമുക്ക് മേളിൽ നോക്കിയാൽ നമുക്ക് ചെറിയ മിസ്റ്റിൻ്റെ ഒരു സെറ്റപ്പ് ഉണ്ട്. അപ്പോൾ ഒരു ചായയൊക്കെ കുടിച്ച് ഈ ഒരു നല്ലൊരു കൂളിങ്ങിലൊക്കെ ഇരുന്ന് നമുക്ക് നല്ല ആസ്വദിച്ചൊരു ഫാമിലിക്ക് ഒരു വൈകുന്നേരം നല്ല ലൈറ്റ്സ് ഒക്കെ ഇട്ട് നല്ലൊരു ആംബിയൻസിൽ വൈബ് ചെയ്യാനായിട്ടൊക്കെ പറ്റിയ ഒരു ഏരിയ ആണ് നമ്മളിവിടെ ചെയ്തേക്കണേ. എന്താ വെച്ചാലേ ഈ ഒരു മിസ്റ്റിന്റെ വൈബ് ഇട്ടാൽ ഊട്ടിയിലും മൂന്നാറൊന്നും പോകണമെന്നില്ല, റിസോർട്ടിലൊന്നും പോകണമെന്നില്ല, നേരെ ഉദ്യാനത്തിലോട്ട് മതി. ആ ഒരു രീതി തന്നെയാണ് നമ്മളത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ടൈം വരുന്നത്, നമ്മൾ നഴ്സറി രാവിലെ 8 മണിക്ക് ഓപ്പൺ ചെയ്യും, വൈകിട്ട് 11 വരെ ഉണ്ട്. കഫേ വരുന്നത് മോർണിംഗ് 11 ആണ്, 11 മണിക്കാണ് തുടങ്ങുന്നത്, രാത്രി 11 വരെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഞങ്ങളെല്ലാവരും ഇവിടെ ഓണായിരിക്കും. അപ്പോൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഒരിക്കൽ കൂടി. അപ്പോൾ ഫ്ലവർ പ്ലാന്റ്സ് ലവേഴ്സ് ഒക്കെ പോകുന്നുള്ളൂ. നമുക്ക് നല്ല സൂപ്പർ ആയിട്ടുള്ള കുറേ ഫ്ലവേഴ്സ് നമുക്കിവിടെ അവൈലബിൾ ആണ്. നമ്മൾ പുതിയ സ്റ്റോക്ക് കൊണ്ടുവന്നേക്കണാണിത്. നമുക്ക് 10 രൂപ തൊട്ട് നമുക്കിവിടെ ഫ്ലവർ പ്ലാന്റ്സ് അവൈലബിൾ ആണ് കേട്ടോ. ഇത് നമുക്ക് നല്ല കളർഫുൾ ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ്. ഡയൻറ്റസ് ഉണ്ട്, നമുക്ക് വാടാമല്ലി, ഇത് പോട്ടിലാണ് കേട്ടോ വാടാമല്ലി നമുക്ക് വന്നേക്കണ ഈ ടൈം. പിന്നെ നമുക്ക് ജമന്തി ഉണ്ട്. നോക്ക്, പല കളറിലുള്ള ജമന്തി നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് ഡാലിയ നമുക്ക് എപ്പോഴും എൻക്വയറി വരണതാണ്. പക്ഷെ ഡാലിയ നമുക്ക് സീസണിൽ പോലെ എപ്പോഴും കിട്ടാറില്ല. പക്ഷെ ഈ തവണ നമുക്ക് ഡാലിയ വന്നിട്ടുണ്ട്. നോക്ക്, നല്ല ഹെൽത്തി ആയിട്ടുള്ള ഡാലിയാണ് കേട്ടോ. വയലറ്റ് കളറാണ്. യൂഷ്വലി നമുക്ക് വൈറ്റ് കിട്ടാറുണ്ട്, പക്ഷെ ഈ ടൈം നമുക്ക് വയലറ്റ് ആണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളൂ. പിന്നെ ഇത് നമുക്ക് ടൊറീന നമുക്ക് 2-3 കളേഴ്സിൽ നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ ഇത് നമുക്ക് ലാസ്റ്റ് പീസാണ് കേട്ടോ നമ്മൾ റീസ്റ്റോക്ക് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നുണ്ട്. കുർക്കുമയാണിത്. പിന്നെ നമുക്ക് പീസ് ലില്ലി നമുക്ക് 2 സൈസിൽ ഇവിടെ അവൈലബിൾ ആണ്. അപ്പം നല്ല ബുഷായിട്ടുള്ള പ്ലാന്റ് ആണ്, നല്ല അടിപൊളി പ്ലാന്റ് ആണ് കേട്ടോ. പിന്നെ ഇതൊക്കെ നമുക്ക് ഇൻഡോർ തന്നെ സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ പീസ് ലില്ലി, അതുപോലെ തന്നെ ഈ ആന്തൂറിയൊക്കെ നമുക്ക് ഇൻഡോർ സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ബാക്കിയത്തൊക്കെ നമുക്ക് ഷെയ്ഡിലും പിന്നെ നമുക്ക് ഔട്ട്ഡോറിലൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇൻഡോറും ഔട്ട്ഡോറിനും വേണ്ടിയിട്ടുള്ള എല്ലാ പ്ലാന്റ്സും, എല്ലാം എന്നില്ല എന്നാലും നമുക്ക് ഈ തവണ കൊണ്ടുവന്നിരിക്കുന്ന സ്റ്റോക്കിൽ നമുക്ക് അത്യാവശ്യം ഫ്ലവറിങ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ. അപ്പോൾ ഇത് നോക്കുക, ആന്തൂറിയ നമുക്ക് 2 ടൈപ്പ് ഉണ്ട്. ഈ രണ്ട് സൈസിൽ നമുക്ക് ആന്തൂറിയ അവൈലബിൾ ആണ് കേട്ടോ. നമുക്കിപ്പോൾ വന്നിരിക്കുന്നത് റെഡ് ഉണ്ട്, പിന്നെ ഈ ഒരു വൈറ്റ് അവൈലബിൾ ആണ്. പിന്നെ വലുതിൽ നമുക്ക് ഈ ഒരു ഡാർക്ക് ഷെയ്ഡ്, ഈ ഒരു കോഫി ബ്രൗൺ പോലത്തെ ഒരു വൈൻ കളറാണ് കേട്ടോ. ആ ഒരു ഷെയ്ഡ് നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് ഇൻഡോറിൽ വരുന്നത് നമുക്ക് ഇതേപോലെ അഗ്ലോണിമ നമുക്ക് ഈ ഒരു കളറാണ് ഇപ്പോൾ ഉള്ളത്. കുറച്ചും കൂടി ഡാർക്ക് ഷെയ്ഡ് ഉണ്ട് ഇവിടെ. പിന്നെ ഇതെല്ലാം നമുക്ക് ഇൻഡോർ ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്ന പ്ലാന്റ്സ് ആണ് കേട്ടോ. ഓക്കെ, ഇതിനൊക്കെ നല്ല ബുഷായിട്ട് വന്നേക്കുന്ന ടൈപ്പാണ്. ഇതൊക്കെ നമുക്ക് ഇൻഡോറിൽ സെറാമിക് പോട്ട്സിലൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് നല്ല അടിപൊളി പ്ലാന്റ് ആണ് കേട്ടോ.
ഇത് നമുക്ക് കലാത്തിയുടെ ഒരു വെറൈറ്റി ആണ് കേട്ടോ ഇത്. നോക്കിയത് ഇൻഡോർ വെക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പ്ലാന്റ് ആണ്. ഓക്കെ, ഇതിന്റെ ബുഷിനെസ് തന്നെ കാണുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാവും നല്ല സൂപ്പറാണ്. ഇതൊക്കെ നമുക്ക് ഇൻഡോറിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ ബോഗൻവില്ലയുടെ സീസൺ സ്റ്റാർട്ട് ആയതുകൊണ്ട് നോർമലി വരുന്ന ഒരു ഒക്ടോബർ ലാസ്റ്റ് ആകുമ്പോഴേക്കാണ് ബോഗൻവില്ലയിൽ പൂക്കളും കാര്യങ്ങളായിട്ട് വരിക. പക്ഷേ ഈ തവണ മഴയുടെ ഒരു ശല്യം കാരണം ബോഗൻവില്ല എല്ലാം എങ്ങും ഫ്ലവർ ആയിട്ടില്ല, എങ്ങും കിട്ടാത്തൊരവസ്ഥയിലേക്കാണ് ഇപ്പോൾ ബോഗൻവില്ല പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാനത് പല സ്ഥലങ്ങളിൽ നിന്നാലും കുറച്ച് ബോഗൻവില്ല ഒപ്പിച്ചിട്ടുണ്ട്. മാക്സിമം കിട്ടാവുന്ന വെറൈറ്റീസ് എല്ലാം ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് നമ്മുടെ 100 രൂപ മുതലുള്ള ബോഗൻവില്ല ഉണ്ട്. പിന്നെ മാക്സിമം വെറൈറ്റികൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ ഒരു 12 വർഷമൊക്കെ ഏജിങ് ആയ ബോഗൻവില്ലയൊക്കെ വെറും 900 രൂപയ്ക്കാണ് കേട്ടോ നമ്മളിവിടെ കൊടുക്കുന്നത്. അത് പൂക്കളൊക്കെ ആയി വരുന്നുള്ളൂ, ചെറുതായിട്ട് പൂക്കളൊക്കെ ഉണ്ട്. അത് എങ്കിലും ഒരു 10-15 ദിവസം കൂടി ഫുൾ ഫ്ലവറിലോട്ട് വരുള്ളൂ. എങ്കിലും വേറെ ഇച്ചിരി കൂടി ഏജിങ് കുറഞ്ഞ ഫുൾ ഫ്ലവർ ആയിട്ടുള്ള ബോഗൻവില്ല നമ്മുടെ അടുത്തുണ്ട്. ഈ ഏജിങ് കൂടിയ ഒരു 12 വർഷത്തിനും ശേഷം 12-13 വർഷം ഏജിങ് ഉള്ള ബോഗൻവില്ലയാണ് ഞാൻ ഈ പറഞ്ഞത്. നമ്മൾ വെറും 900 രൂപയ്ക്കാണ് ഇവിടെ കൊടുക്കുന്നത്. ഇവിടെ ബോഗൻവില്ല എല്ലാം ചെറുത് തൊട്ട് വലിയ പോട്ടുകളിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് നേരെ കൊണ്ട് വീടിൻ്റെ ഫ്രണ്ടിൽ കൊണ്ട് വെച്ചാൽ മാത്രം മതി. ഇപ്പോൾ കൊണ്ടുപോയിട്ട് നിങ്ങൾ വേറെ പോട്ട് മാറ്റിയ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഈ പ്ലാന്റ് മോൺസ്റ്ററയാണ്. അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു ചെടിയാണ്. ശരിക്കും പറഞ്ഞാൽ നല്ലൊരു വീട്ടിൽ ഒരു ഏരിയയിൽ ഇതൊരു നല്ലൊരു സെറാമിക് പോട്ടിൽ ഈ ഒരു പ്ലാന്റ് മാത്രം വെച്ചാൽ മതി. നമ്മൾ പല പ്ലാന്റുകൾ പല സ്ഥലങ്ങളിൽ വെക്കുന്നതിനേക്കാളൊക്കെ ഏറ്റവും അടിപൊളിയാണ് ഇതുപോലത്തെ ഒരു പ്രീമിയം പ്ലാന്റ് ഏതെങ്കിലും ഒരു കോർണറിൽ വെച്ചാൽ അതിൻ്റെ ലുക്കൊന്ന് വേറെ തന്നെയായിരിക്കും കേട്ടോ. നമ്മുടെ ഉണ്ട് മോൺസ്റ്റർ ഉണ്ട്. എൻ്റെ ചെറുതും വലുതായിട്ടുള്ള ഐറ്റംസ് നമ്മുടെ അവൈലബിൾ ആണ് മോൺസ്റ്റർ. ഇത് അരീക്കൽ പാമാണ്. ഇതും നമുക്ക് ഇൻഡോർ വയ്ക്കാൻ പറ്റിയ നല്ലൊരു പ്ലാന്റാണ്. നല്ല ബുഷായിട്ടുള്ള നല്ല പ്ലാന്റാണ്. അങ്ങനെ ഇൻഡോർ പല ഐറ്റംസ് ഉണ്ട് കേട്ടോ നമ്മുടെ കയ്യിൽ. നമ്മുടെ മാത്രമല്ല സെറാമിക് പോട്ട്സ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. എല്ലാ പ്ലാസ്റ്റിക്കിൻ്റെ ആയാലും സെറാമിക്കിൻ്റെ ആയാലും പോട്ട്സ്, മണ്ണിൻ്റെ പോട്ട്സ് ആയാലും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഏത് ചെടിയായാലും അത് വെക്കേണ്ട രീതിയിലുള്ള പോട്ടിൽ വെച്ച് സെറ്റ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഭംഗി വരുള്ളൂ ശരിക്കും പറഞ്ഞാൽ. ഇത് മുരായ എന്നുള്ളൊരു പ്ലാന്റാണ്. എപ്പോഴും ആളുകൾ ചോദിക്കാറുള്ള പ്ലാന്റാണ്. നല്ലൊരു ബുഷായിട്ടൊക്കെ വളർത്തി നിർത്താൻ പറ്റിയ നല്ലൊരു പ്ലാന്റാണ്. പക്ഷേ ഇതിപ്പോൾ നന്നായിട്ട് പൂത്തുണ്ട്. ഇപ്പോൾ നമ്മുടെ ചെറുത് ഉള്ളതെല്ലാം നന്നായിട്ട് പൂത്തുണ്ട്. മാത്രമല്ല ഇതിൻ്റെ ഒരു സ്മെല്ല്, ഈ പൂക്കളുടെ സ്മെല്ല് ഭയങ്കര ഒരു പോസിറ്റീവ് വൈബ് വരുന്ന ഒരു സ്മെല്ലാണ്. ഇതിൻ്റെ തന്നെ വലുതും ഞങ്ങളുടെ അവൈലബിൾ ആണ്. വലിയ കവറും അവൈലബിൾ ആണ്. അത് ഞങ്ങളുടെ കഫേയുടെ സൈഡിൽ വെച്ചേക്കാം. എന്താ വെച്ചാൽ വൈകുന്നേരം ഒക്കെ ആകുമ്പോൾ ഇതിൻ്റെ ഒരു സ്മെല്ല് ഭയങ്കര രസമായിരിക്കും. നമ്മുടെ കഫേയിൽ വരുന്ന ആളുകൾക്ക് ചായ കുടിക്കുമ്പോഴും അല്ലെങ്കിൽ അവിടെ വരുന്ന സമയത്ത് തന്നെ ആ ഒരു പോസിറ്റീവ് വൈബ് കിട്ടാണ്ട് അത് ഒരുപാട് നമുക്ക് ഉപകാരപ്പെടുന്നുണ്ട്. അത് നമ്മുടെ വലിയതും നമ്മുടെ അവൈലബിൾ ആണ്. എപ്പോഴും ചോദിക്കാറുണ്ട് മുരായ വലുത് ഉണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. എപ്പോഴും നമുക്കത് കിട്ടാറില്ല. പക്ഷേ ഇപ്പം എനിക്ക് എൻ്റെ ഉണ്ട്, അത്യാവശ്യം സ്റ്റോക്ക് ഉണ്ട്, മുരായ ഉണ്ട്. ഇത് മണിമുല്ല. എപ്പോഴും കസ്റ്റമേഴ്സ് ചോദിക്കുന്ന ഒരു പ്ലാന്റാണ് മണിമുല്ല. ഇത് ഫുൾ നമ്മുടെ മൊട്ടാണ്. അടുത്ത ദിവസങ്ങളിൽ എനിക്ക് തോന്നുന്നു 4-5 ദിവസങ്ങളിൽ ഫുൾ വിരിയാൻ സാധ്യതയുണ്ട്. ഇതെപ്പോഴും ആളുകൾ ചോദിക്കുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ മണിമുല്ല. പിന്നെ ഇപ്പൊ നമുക്ക് ക്രിസ്മസ് ആണ് വരാൻ പോണേ. അപ്പൊ ക്രിസ്മസ് ട്രീ എന്തായാലും വേണമല്ലോ. അപ്പൊ ക്രിസ്മസ് ട്രീക്ക് പറ്റിയ പ്ലാന്റ് ആണ് മറ്റേ ഗോൾഡൻ സൈപ്രസ്. നമ്മളിപ്പോൾ സാധാരണ പ്ലാസ്റ്റിക്കിന്റെ ക്രിസ്മസ് ട്രീയും കാര്യങ്ങളൊക്കെ നമ്മൾ മേടിക്കും. അതിനകത്ത് ഈ പറഞ്ഞ 400-500 രൂപയ്ക്ക് അതിന് കൊടുക്കണം. അതൊരു ക്രിസ്മസിന്റെ ആ ഒരു 10 ദിവസം അല്ലെങ്കിൽ 15 ദിവസം മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഈ ഒരു ചെടി മേടിച്ചാൽ നിങ്ങൾക്ക് ക്രിസ്മസ് ട്രീ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. അടുത്ത വർഷം ആകുമ്പോൾ ഇച്ചിരി വലിയ ക്രിസ്മസ് ട്രീ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. പിന്നത്തെ വർഷം ആകുമ്പോൾ ഇച്ചിരി വലിയ ക്രിസ്മസ് ട്രീ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഈ ചെടി മീൻസ് നട്ട് കഴിയുമ്പോൾ അത് വളർന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ആ ഒരു നാച്ചുറൽ ഫീൽ കിട്ടാനായിട്ട് ക്രിസ്മസ് ട്രീക്ക് ഈ ചെടിയിലായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ആവശ്യത്തിന് സ്റ്റോക്ക് ഉണ്ട്. അപ്പോൾ ക്രിസ്മസ് ട്രീ വേണ്ടവർക്ക് നേരെ വിളിക്കാം. ഇത് ഓൺലൈനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല ഈ ചെടി. ബാക്കി അത്യാവശ്യം ഞങ്ങൾ ഓൺലൈനായിട്ട് നമ്മൾ പ്ലാന്റ് കൊടുക്കുന്നുണ്ട്. ഈ പ്ലാന്റ് വരുന്നത് ടെർമിനാലിയ. എപ്പോഴും ആളുകൾ ആവശ്യപ്പെടുന്ന ഒരു പ്ലാന്റാണ്. പക്ഷേ ഇച്ചിരി വില കൂടുതലാണ് ഈ പ്ലാന്റിന് വരുന്നത്. നമുക്ക് വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ അത്യാവശ്യം സ്ഥലം കൊടുക്കുന്നുണ്ടെങ്കിൽ വെക്കാൻ പറ്റിയ അടിപൊളി പ്ലാന്റാണ്. ഭയങ്കര ഇതിൻ്റെ അടിയിൽ ഒരു ചെറിയ ലൈറ്റ് ഒക്കെ കൊടുത്ത് തന്നെ ഭയങ്കര രസമാണ്. ഓൾറെഡി ഇതിനകത്തൊക്കെ താഴെ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. രാത്രി അതിൻ്റെ ഒരു അത്യാവശ്യം നല്ലൊരു ആംബിയൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇത് വേറെ ഒന്നുമില്ല. ഇവിടെ ഇടയ്ക്ക് കഴിഞ്ഞ ദിവസം ഒരു ബർത്ത്ഡേ ഫംഗ്ഷൻ നടന്നിരുന്നു. അതിൻ്റെ ഒരു അലങ്കാരപ്പണികളാണ്. ഇവിടെ അത്യാവശ്യം പിള്ളേർ സെറ്റുകളിലൊക്കെ ചെറിയ ബർത്ത്ഡേ ഫംഗ്ഷനോ അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ കുറച്ച് ആളുകൾ കൂടി കട്ട് ചെയ്യാനും ഉള്ള സൗകര്യമൊക്കെ ഉണ്ട്. എന്ന് വെച്ചാൽ ഈ ഒരു ലൈറ്റും കുറച്ച് ആംബിയൻസും കാര്യങ്ങളൊക്കെ ഇത്തിരി കൂടുതൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അങ്ങനെ ചെറിയ ഫംഗ്ഷനൊക്കെ ആയിട്ട് ബർത്ത്ഡേ ഫംഗ്ഷനൊക്കെ ആയിട്ട് ആളുകളിവിടെ ഒത്തുകൂടാറുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു കുറച്ച് അവരെ SSLCക്ക് പഠിച്ച ഒരു 10-30 പേര് കൂടി ഇവിടെ വന്നിട്ട് ചെറിയ കേക്ക് കട്ടിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു.
അപ്പോൾ ഇതിൻ്റെ തന്നെ നമ്മുടെ ഈ നമ്മൾ വിഷയത്തിൽ നിന്ന് മാറിപ്പോയി. ഈ ടെർമിനാലിയുടെ തന്നെ ഇതിൻ്റെ വലിയത് പ്ലാന്റ്, ഇതുപോലെ ഒരു 5-5.5 അടിയുള്ള പ്ലാന്റ് ആണ്. ഇതിൻ്റെ ഒരു 10 അടിക്ക് മേലുള്ള പ്ലാന്റ് നമ്മുടെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ ചെറുത് ഞാൻ കഴിഞ്ഞ ദിവസം നോക്കി, തീരെ ചെറുത് കിട്ടിയിട്ടില്ല. എവിടെയും കിട്ടുകയാണെങ്കിൽ എന്തായാലും അടുത്ത ദിവസം തന്നെ ഇവിടെ കൊണ്ടുവയ്ക്കും. പിന്നെ ഇതിൻ്റെ പച്ച കളർ നമ്മുടെ അവൈലബിൾ ആണ്. അത്യാവശ്യം നല്ല ഇവിടെ ഇരിക്കുന്ന പ്ലാന്റ് നല്ല ഹെൽത്തി പ്ലാന്റുകളാണ്. നമ്മൾ പലപ്പോഴും കാണുമ്പോഴേ എല്ലായിടത്തും ഈ ഒരു ടെർമിനാലിക്ക് ചെറിയൊരു ഇലകൾ കുറവുള്ളൊരു സംഭവം കാണാറുണ്ട്. അത് ഇടയ്ക്കിടയ്ക്ക് പോയി വരുന്നതാണ്. പക്ഷേ നമ്മുടെ ഇപ്പോൾ ഇരിക്കുന്ന നിലവിലുള്ള എല്ലാ പ്ലാന്റും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ് എല്ലാ പ്ലാന്റുകളും. കൂടാതെ ഈ ഒരു 5 അടി 6 അടി ആയിട്ടുള്ള ഹൈറ്റുള്ള പ്ലാന്റ്സും നമ്മളിൽ ഒരുപാട് അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ നമുക്ക് ഫ്രൂട്ട്സ് പ്ലാന്റ്സ് നമ്മളിൽ അവൈലബിൾ ആണ്. അതിനകത്തേക്ക് നമ്മൾ പോകുന്നില്ല, പോയിക്കുമ്പോൾ വലിയ ലെങ്തി വീഡിയോ ആവും. അപ്പോൾ ഫ്രൂട്ട്സിൽ അത്യാവശ്യം പ്ലാവ്, മാവ്, സപ്പോട്ട, റംബൂട്ടാൻ, അങ്ങനെ എല്ലാ അത്യാവശ്യം വേണ്ട എല്ലാ ഫ്രൂട്ട്സ് പ്ലാന്റ്സും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. പിന്നെ വേറൊരു കാര്യം പറയാൻ മറന്നു, സാൻഡ് പേപ്പർ വൈൻ പെട്രിയ എന്ന് പറയും. ഈ സാധനം അന്വേഷിച്ച് ഒരുപാട് ആൾക്കാർ വരാറാണ്. എപ്പോഴും നമുക്ക് ഇത് കിട്ടാറില്ല, പക്ഷെ നമ്മുടെ കയ്യിൽ സാധനം ഉണ്ട്. എൻ്റെ നേഴ്സറിയുടെ നേരെ ഓപ്പോസിറ്റ് വീടാണ്. വീട്ടിൽ സാൻഡ് പേപ്പർ വൈൻ്റെ വലിയൊരു മരം നിൽക്കുന്നുണ്ട്. അവിടെ എപ്പോഴും അത് പൂത്തിരിക്കും. അപ്പോൾ ആളുകൾ വരുമ്പോൾ ആ ചെടിയുടെ ആ ചെടി ഇവിടെ ഉണ്ടോയെന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ കുറച്ച് ആളായിട്ട് ഈ സാധനം ഞാൻ എവിടെ ഉണ്ടെങ്കിലും അത് തേടി പിടിച്ച് കൊണ്ടു വയ്ക്കാറുണ്ട്. ഇത് ഭയങ്കര ഇപ്പോൾ പൂക്കളാണ് കേട്ടോ. ഇതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഉണ്ടാകുന്ന 2-3 ചെടികൾ ഫുൾ ഇത്ര തന്നെയായുള്ള ഫുൾ പൂത്തിരുന്നു. ഇത് വൈറ്റ് കളറാണ് ഇത് വരുന്നത്. പക്ഷെ അതിനകത്ത് പിങ്ക് കളറും പിന്നെ വയലറ്റ് കളറും എന്തുണ്ട്. പക്ഷെ പൂ വന്നാലാണ് ഇത് ഏത് കളറാണെന്ന് അറിയാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഇതും നമ്മുടെ അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ. അത് അപ്പൊ നമുക്ക് ഈ പ്ലാന്റ്സ് പോലെ തന്നെ നല്ല സെയിലുള്ള ഒരു ഏരിയ ആണ് നമ്മുടെ പോട്ട്സ്. നമ്മുടെ എല്ലാ കളറുകളിലും എല്ലാ വലുപ്പത്തിലുള്ള പോട്ട്സ് നമ്മുടെ ഉണ്ട്. പ്ലാസ്റ്റിക് പോട്ട്സ് ഉണ്ട്, സെറാമിക് പോട്ട്സ് ഉണ്ട്, മണ്ണിന്റെ പോട്ട്സ് ഉണ്ട്. അങ്ങനെ അത്യാവശ്യം നമുക്ക് കൊണ്ട് പറ്റാവുന്ന എല്ലാ കളക്ഷൻസും നമ്മളിവിടെ വെച്ചിട്ടുണ്ട്. അല്ല റോഷ്നി? അതെ അതെ അതെ. ഇതേ നോക്ക്, നമുക്ക് ചെറിയ സെറാമിക് പോട്ടില് നമുക്ക് ഇതേപോലെ കാക്ടസ് ഒക്കെ നമ്മള് ഓൾറെഡി ഇത് നട്ടു വെച്ചേക്കണാണ്. അതേപോലെ നമുക്ക് ഒരുപാട് സെറാമിക് പോട്ട്സ് നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള ചെറിയ കാക്ടസ്, സക്കുലൻസ് പോലെയുള്ള ചെടികൾ നമ്മൾ ഇതേപോലെ സെറ്റ് ചെയ്ത് കൊടുക്കണതാണ്. ഇപ്പോൾ ഇനി ക്രിസ്മസ് വരുമ്പോഴത്തേക്കും ക്രിസ്മസ് ഫ്രണ്ടിന് ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ പറ്റിയ ഒരു ഐറ്റം ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ സാധാരണ ഒരു ഷോ പീസ് പോലെ ഷോ കേസിൽ വെക്കുന്ന സാധനങ്ങൾ കൊടുക്കുന്നതിന് പകരം കുറച്ചും കൂടെ നമുക്ക് ടേബിൾ ടോപ്പിലൊക്കെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു പുതിയ നമുക്കൊരു ഐഡിയ പോലെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ പല രീതിയിലുള്ള കാക്ടസ് ഉണ്ട്. നമ്മൾ കുറച്ചും കൂടെ കാക്ടസിന്റെ സ്റ്റോക്ക് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അതേപോലെ ഭയങ്കര എസ്തെറ്റിക് ആയിട്ടുള്ള ക്യൂട്ടായിട്ടുള്ള സെറാമിക് പോട്ട്സ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. ഇപ്പോൾ നമുക്ക് സെറാമിക് പോട്ട്സിൽ പ്ലാന്റ് തന്നെ നട്ട് വെക്കേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്കത് പെൻസിൽ സ്റ്റാൻഡായിട്ടോ പെൻ സ്റ്റാൻഡായിട്ടോ അല്ലെങ്കിൽ വെറുതെ എന്തെങ്കിലുമൊക്കെ നമുക്ക് നമ്മളുടെ സാധനങ്ങളൊക്കെ മേശപ്പുറത്ത് വെറുതെ ഒന്ന് അലങ്കാരമായിട്ട് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്ന ക്യൂട്ടായിട്ടുള്ള എസ്തെറ്റിക് ആയിട്ടുള്ള സെറാമിക് പോട്ട്സ് ഒക്കെ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ അത് ഒരു മാത്രമല്ല കേട്ടോ റോഷി, ഈ ഇപ്പോൾ ഇത് ക്രിസ്മസ് ഫ്രണ്ടിനൊക്കെ ഗിഫ്റ്റ് കൊടുക്കാന്ന് പറഞ്ഞല്ലോ. ക്രിസ്മസ് ഫ്രണ്ട് മാത്രമല്ല, ഇപ്പൊ അത്യാവശ്യം ഒരു ഹൗസ് വാമിംഗ് വരുമ്പോൾ അല്ലെങ്കിൽ അവർക്ക് ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് ഏറ്റവും നല്ലത് ശരിക്കും പറഞ്ഞാൽ പ്ലാന്റാ. നമ്മൾ ഈ ഡിന്നർ സെറ്റ് കൊടുക്കല് അല്ലെങ്കിൽ മറ്റേ സംഭവം കൊടുക്കുക, ഡിന്നർ സെറ്റ് ഒക്കെ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ അവിടെ അവരുടെ വീട്ടിൽ കാലങ്ങളായിട്ട് ഇരിക്കുക മാത്രമേ ഉള്ളൂ. പക്ഷെ ഒരു പ്ലാന്റ് കൊടുക്കുമ്പോൾ ആ പ്ലാന്റ് കൊടുക്കുന്ന ആൾക്കും ആ മേടിക്കുന്ന ആൾക്കും കിട്ടുന്ന ഒരു പോസിറ്റീവ് വൈബ് അവിടെ ഉണ്ട്. അത് ഒരു രക്ഷയില്ലാത്ത സംഭവമാണ്. പിന്നീടായാലും ഈ ഒരു ആള് ഒരു പ്ലാന്റ് ഗിഫ്റ്റ് കൊടുത്ത ആള് ഒരു 3-4 മാസം കഴിയുമ്പോൾ അവർ കൊടുത്ത പ്ലാന്റ് അവരുടെ വീട്ടിൽ നിൽക്കുന്ന കാണുന്ന അത് ഭയങ്കര സന്തോഷം ഉണ്ടാക്കുന്ന കാര്യം. അപ്പൊ മാക്സിമം ഈ ഇങ്ങനത്തെ നിങ്ങൾ ഗിഫ്റ്റുകൾ കൊടുക്കണൊക്കെ ഈ ഒരു എന്താ പറയാ ഇതുപോലത്തെ അത്യാവശ്യം പ്ലാന്റ്സോ കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണെങ്കിൽ വളരെ മനോഹരമായിരിക്കും. ഓക്കെ, അപ്പൊ നമ്മളുടെ ഹോം ഡെക്കോറിന് പറ്റിയ ഒരു ഐറ്റം ആണിത്. ഇത് ബാംബു ലാംപ് ഷെയ്ഡ് ആണ് കേട്ടോ വരുന്നത്. ഇതുണ്ടോ, നല്ല ഭംഗിയുള്ള ലാംപ് ഷെയ്ഡ്സ് ആണിത്. നമുക്ക് 4 ടൈപ്പുകൾ അവൈലബിൾ ആണ് കേട്ടോ. ഇത് നോക്ക്, ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ബൾബ് സെറ്റ് ചെയ്തിട്ട് നമ്മൾ നമ്മുടെ വീട്ടിൽ പിന്നെ സിറ്റ് ഔട്ടിൽ കാർ പോർച്ചിലൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് നല്ല അടിപൊളിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് ഇത്. നമുക്ക് പല ഷേപ്സിൽ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. 500 റുപ്പീസ് തൊട്ട് നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ 1000 എബോവ് ഉണ്ട്. ഇപ്പം ഞാൻ കാണിച്ചത് ഇതിൻ്റെ 1000 എബോവ് ആണ് കേട്ടോ റേറ്റ് വരുന്നത്. അപ്പോൾ ഹോം ഡെക്കോർ ഐറ്റംസ്, അതുപോലെ തന്നെ ഈ ഒരു ചെറിയൊരു സ്റ്റാൻഡ് നമുക്ക് പ്ലാന്റ്സ് സെറ്റ് ചെയ്തിട്ട് നമുക്ക് ഇതുപോലെ തന്നെ സൈഡിൽ ഇപ്പോൾ ചിലവർക്ക് വീട്ടിൽ ഇൻഡോർ വെക്കാൻ പറ്റാത്ത ഒരു ചിലപ്പോൾ ഫ്ലാറ്റ് പോലുള്ള സ്ഥലങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒരു സ്റ്റാൻഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് നമുക്ക് പ്ലാന്റ്സ് സെറ്റ് ചെയ്ത് നമുക്ക് ഡെക്കോർ പോലെ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മളുടെ വളങ്ങളുടെ സൈഡാണിത്. അതായത് നമുക്ക് എല്ലാം സെപ്പറേറ്റ് ആയിട്ടുള്ള വളങ്ങളുണ്ട്. നീം കേക്ക്, കൗഡങ്ങ്, ചകിരിച്ചോറ്, പിന്നെ ബോൺമീൽ എന്ന് പറഞ്ഞാൽ നമ്മളുടെ എല്ലുപൊടി,
പിന്നെ ചകിരിച്ചോറ് നമുക്ക് കട്ടയായിട്ടും ഉണ്ട്, ബ്ലോക്കായിട്ടുണ്ട്, പിന്നെ നമുക്ക് പാക്കറ്റായിട്ട് പൊടിയായിട്ട് വരുന്നുണ്ട്. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പല സൈസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. ഇപ്പോൾ ചില ആൾക്കാർക്ക് 1 kg മതിയെങ്കിൽ നമുക്ക് 1 kg പാക്കറ്റ് ഉണ്ട്, 5 kg ഉണ്ട്, 10 kg അങ്ങനെ പല സൈസിലുള്ള വളങ്ങൾ നമുക്കിവിടെ അവൈലബിൾ ആണ്. അതേപോലെ നമുക്ക് ഈ DAP എന്ന് പറയും, ഇത് നമുക്ക് ഫ്ലവറിങ്ങിന് വേണ്ടിയിട്ടാണ്. ഇത് വൈറ്റ് ആണ്, നമ്മുടെ കയ്യിൽ ബ്ലാക്ക് ഉണ്ട്, നമ്മൾ റീസ്റ്റോക്ക് ചെയ്യണതാണ് കേട്ടോ. ഇത് ഫ്ലവറിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യണ ഒരു ഫെർട്ടിലൈസറാണ് DAP. പിന്നെ നമുക്ക് അതേപോലെ ക്ലേ ബോൾ നമുക്കിവിടെ അവൈലബിൾ ആണ്. ക്ലേ ബോൾ നമുക്ക് പ്ലാന്റ്സ് സെറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഈ ക്ലേ ബോൾ നമ്മൾ സ്റ്റോണിന് പകരം നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഇതിനകത്ത് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ക്ലേ എന്ന് പറയുന്നത് നമുക്ക് വെള്ളം വലിച്ചെടുക്കും. അപ്പോൾ നമുക്ക് എക്സസ് വാട്ടർ ഇതിനകത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ക്ലേ ബോൾ വെച്ച് നമ്മൾ സെറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അത് ഇതിനകത്തേട്ട് ആ എക്സസ് വാട്ടർ ഇതിനകത്തേട്ട് പോയിക്കോളൂ കേട്ടോ. അപ്പോൾ അതാണ് ഈ ക്ലേ ബോള്. പിന്നെ നമുക്ക് ഓർക്കിഡ്സ് സെറ്റ് ചെയ്യാൻ പറ്റുന്ന കോക്കോ ചിപ്സ് ഉണ്ട്, അതുപോലെ തന്നെ കരി, അതെല്ലാം നമുക്ക് ഇവിടെ സ്റ്റോക്ക് അവൈലബിൾ ആണ്. ഇതുപോലെ തന്നെ മിക്സ്ഡ് വളങ്ങൾ, അതായത് പല കമ്പോണൻസ് മിക്സ് ആയിട്ട് വരുന്ന ഒരു സൂപ്പർ മീൽ എന്ന് പറഞ്ഞിട്ട് ഇതാണ്. അപ്പോൾ നമുക്ക് സാധാ വളങ്ങളുടെ ഒപ്പം തന്നെ നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റും കൂടെ ആഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് കുറച്ചും കൂടെ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു വളം നമുക്ക് മിക്സ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതേപോലെ നമുക്ക് എല്ലാ വളങ്ങളും നമ്മൾ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതി, നമ്മളതും നമ്മൾ അവൈലബിൾ ആക്കണതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒരിക്കൽ കൂടി ഉദ്യാനത്തിലോട്ട് സ്വാഗതം ചെയ്യുന്നു. ചെടികൾ മേടിക്കാൻ വേണ്ടി മാത്രമല്ല, ഇതൊരു എൻ്റർടൈൻമെൻറ്റ് സോണാണ്. അപ്പോൾ കുട്ടികളായിട്ട് വരാം, ഇവിടെ പിള്ളേർക്ക് കളിക്കാൻ അത്യാവശ്യം സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ മാക്സിമം എൻജോയ് ചെയ്യുക. മാത്രമല്ല ഇവിടെ ഒരു ആ മിസ്റ്റ് ഫീലും കാര്യങ്ങളൊക്കെ ഉള്ളതിൻ്റെ പേരിൽ ഇവിടെ നിന്നൊരു ചൂട് ചായ കുടിച്ച് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. ചൂട് ചായയും പരിപ്പുടയും ഉണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ബജ്ജി ഉണ്ട്. അപ്പോൾ അതൊരു ഫീല് വേറെയാണ്. ഇവിടെ പിള്ളേർ വന്ന് കളിക്കണതും അതൊക്കെ കാണുന്നത് നമുക്കും ഒരു വളരെ ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അപ്പോൾ എല്ലാവരെയും ഞങ്ങൾ രാത്രി 11 മണി വരെ ഇവിടെ അവൈലബിൾ ആയിരിക്കും. ഇപ്പോഴത്തെ ഇപ്പോൾ ചൂട് വരാൻ പോകുന്നു. അപ്പോൾ പകല് ചൂടത്ത് നമ്മൾ ചെടി മേടിക്കാൻ വേണ്ടി മറ്റു കാര്യങ്ങൾക്ക് പോലും നടക്കില്ല. ഇപ്പോൾ എല്ലാവരും പുറത്തിറങ്ങാത്ത അവസ്ഥയാണ് ഈ ചൂടിൽ വരുമ്പോൾ. അപ്പോൾ നിങ്ങൾക്ക് നൈറ്റ് വന്ന് ഇവിടെ മാക്സിമം ടൈം എൻജോയ് ചെയ്യാനുള്ള ഒരു സംഭവം ഇവിടെ ഉണ്ട്. അപ്പോൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ലൊക്കേഷൻ വരുന്നത് അങ്കമാലിന്ന് മഞ്ഞപ്ര റൂട്ട്, അതായത് മലയാറ്റൂർ പോണ റൂട്ട്. നമ്മളുടെ അങ്കമാലിന്ന് KSRTC സ്റ്റാൻഡിന്റെ സൈഡിൽ കൂടെ ഉള്ള ഒരു റൂട്ടിലേക്കാണ് നമുക്ക് കയറേണ്ടത്. അതിൽ കൂടെ വരുമ്പോഴത്തേക്കും നമ്മൾ ഗാന്ധി കവല എന്ന് പറഞ്ഞ സ്റ്റോപ്പിന് തൊട്ട് മുമ്പായിട്ട് കിടങ്ങൂർ എന്ന് പറഞ്ഞ സ്ഥലമാണ് നമ്മളുടെ ലൊക്കേഷൻ വരുന്നത്. അവിടെ ഉദ്യാന നഴ്സറി റൈറ്റ് സൈഡിലായിട്ടാണ് നമുക്ക് അങ്കമാലിന്ന് മഞ്ഞപ്ര റൂട്ടിലേക്ക് പോകുമ്പോൾ വരുന്നത്. അപ്പോൾ എല്ലാവരെയും ഞങ്ങൾ ഒരിക്കൽ കൂടി ഞങ്ങളുടെ ഈ ഒരു നഴ്സറിയിലേക്ക് സ്വാഗതം ചെയ്യണം. പ്രിയരെ, കടുകുമണിയുടെ വീഡിയോകൾ ഇഷ്ടമായാൽ കൂടെ ഉണ്ടാവണം.